അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മുടെ ആടുകൾക്ക് തീറ്റയില്ല. അപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് പുല്ലൊക്കെ ഭയങ്കരമായിട്ട് ഉണങ്ങി കിടക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാവിൻ്റെ ഇല ഒപ്പിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഏതെങ്കിലും തൊടിക്ക് പോയി കഴിഞ്ഞാൽ പ്ലാവിൻ്റെ ഇല കിട്ടും. ഏതെങ്കിലും തൊടിയില്ല, ആരെങ്കിലുമൊക്കെ തൊടി. അപ്പോൾ ആരെങ്കിലും തൊടി പോവുക, പ്ലാവിൻ്റെ ഇല പറിക്കാം, ചോദിച്ചിട്ട് പറിക്കാം. ഇങ്ങനെ ചോദിക്കാണ്ടായിരുന്നു പറിക്കരുത്, ചോദിച്ചിട്ട് പറിക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കാൻ ആൾക്കാരൊന്നും ഇല്ല, അപ്പോൾ നമ്മൾ പറിക്കുക. അപ്പോൾ നമ്മളിതാ പ്ലാവിൻ്റെ ചോട്ടിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നാണ് കുറച്ച് കൊമ്പ് പറിച്ചിടണം, വെട്ടിടുക, ചെറിയ ചെറിയ കൊമ്പുകൾ. പിന്നെ ഇതിൽ നിന്ന് കൊമ്പ് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് ചക്കയൊക്കെ ഉണ്ടാവുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ചക്ക ഉണ്ടാവുന്ന കൊമ്പൊന്നും വെട്ടരുത്. നമ്മൾ ചെറിയ കൊമ്പുകൾ, തോനെയൊന്നും വേണ്ട, നമുക്ക് 2 ദിവസത്തേക്കൊക്കെ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വള്ളികളൊക്കെ ഉണ്ട്, വള്ളികളൊക്കെ പറിച്ച് കൊടുക്കാം ആടുകൾക്ക്. അപ്പോൾ തോനെയൊന്നും വേണ്ട, നമുക്ക് ചെറിയ 2 കൊമ്പുകൾ വെട്ടാം. അപ്പോൾ ഓക്കെ, നമുക്ക് വെട്ടാം. അപ്പം നമ്മുടെ പ്ലാവിൻ്റെ ഇലയൊക്കെ ഇറക്കി കഴിഞ്ഞു, സെറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഏറ്റിക്കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പ്ലാവിൻ്റെ ഇലയൊക്കെ കെട്ടി ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 ദിവസത്തേക്കൊക്കെ ഉള്ളൂ, ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമ്മൾ ഇതിന് ശേഷം നമ്മൾ വള്ളിയും പിന്നെ അവർ മേയാനൊക്കെ വിടണ്ടല്ലോ. അപ്പോൾ ഇത് അവർ കൂട്ടിലാക്കുമ്പോൾ അവർ റെസ്റ്റ് എടുക്കണതിന് മുന്നേ വെള്ളമൊക്കെ കൊടുത്തിട്ട് രാത്രി വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ കുറച്ച് ദിവസം കെട്ടി കൊടുക്കുക. അപ്പോൾ ഇത് വീട്ടിലേക്ക് എത്തിയിട്ട് നമുക്ക് നോക്കാം. വീടിന് കൊടുക്കാൻ വീടെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് കുറച്ച് ദിവസം അവർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളവർക്ക് നല്ല രീതിയിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ കഴിക്കണുണ്ട്, ഒക്കെ നല്ല ടേസ്റ്റോടെ കഴിക്കുക. പ്ലാവിൻ്റെ ഇല ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ആടുകൾക്ക്. വേറെ എന്തായാലും തിന്നില്ലെങ്കിൽ ഇവരെ ഇത് ഫുള്ളായിട്ട് തിന്നോളും. ഇതിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നല്ല നല്ല വീഡിയോസായിട്ട്, നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ കാണാം. ഓക്കെ, കാണണം കേട്ടോ.